കൊല്ലം ചാത്തന്നൂരിൽ വികസന നിർദ്ദേശവുമായി വിദ്യാർത്ഥികളുടെ കലാജാഥ. ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിലെ അഴിമതിയും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് കലാജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടിന് വേണ്ടത് വികസനമാണെന്നും അതിനുവേണ്ടി വോട്ട് ചെയ്യണമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി അതിർത്തായ ആളാണ്. സമയത്ത് കുറ്റപത്രം കൊടുക്കാതെ സർക്കാർ വെളിയിലിറക്കിയ ഭരണക്കാരെ ഞങ്ങൾ വെറുതെ ആക്ഷേപിക്കരുത്. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. മറ്റേ കഥവിട്ട കൂട്ടുകാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. മതിയായി, മാറ്റം തുടങ്ങാം, നമുക്ക് വേണം വികസനം എന്ന മുദ്രാവാക്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നയിക്കുന്ന കലാജാഥ ഇന്ന് ചാത്തന്നൂരിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. എന്തായാലും വെയിലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവര് ഡാൻസും അതോടൊപ്പം തന്നെ സ്കിറ്റും ഒക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏറെ ശ്രദ്ധ നേടുകയാണ്. ജനങ്ങളൊക്കെ തന്നെ ഇത് കണ്ടുനിന്ന് അവർ ചിന്തിക്കുകയാണ്. അതായത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഒരു കലാജാഥ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവണം. അവർക്ക് എന്തൊക്കെ വേണം, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം കേരള ജനതയ്ക്ക് മനസ്സിലാവണം. ഇനി എന്താണ് അവർക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് പോലെയാണ് ഞങ്ങൾ ഈ കലാജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വികസന രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ? അതെ, വികസന രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. മാറ്റം വരണം. അതെ, മാറാത്തത് ഇനി മാറണം. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകരടക്കമുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടക്കം നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കലാജാഥയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് നേരത്തെ തന്നെ അറിയുന്നതാണ്. സ്വർണ്ണക്കൊള്ള അടക്കം ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായും ഇനിയൊരു ഭരണം അത് ഇടതും വലതും മാറണമെന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഇടതും വലതും കേരളത്തെ ഭരിച്ച് കട്ടുമുടിച്ചു കഴിഞ്ഞു. ഇനി വേറൊരു മുന്നണി, മൂന്നാം മുന്നണി നിലവിൽ വന്നാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയൂ. ഇപ്പോൾ ഈ രണ്ട് മുന്നണികളും ഭരിച്ച് കേരളത്തിൽ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ആരോഗ്യ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമതി മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. കേരളത്തിലെ യുവാക്കളെല്ലാം പുറത്തോട്ട് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും മാറി കഴിയും. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരമാണ് മാറി ചിന്തിക്കാനായിട്ട്. പുതിയൊരു മുന്നണി വന്നാൽ മാത്രമേ കേരളം ഇനി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കൂ. തീർച്ചയായും ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് അവരുടെ തന്നെ അവകാശം, മൗലിക അവകാശം. അവർ വോട്ട് രേഖപ്പെടുത്തി ആരെ വിജയിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരു പ്രചരണാർത്ഥമാണ് ഈ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്തേക്കും എത്തുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, അവർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നാടിന് വികസനം വേണമെന്നാണ്. അത് ഈ തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കം ആ വിദ്യാർത്ഥികൾ തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുകയാണ്. എന്തായാലും ഇത്തവണ ഒരു മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സമൂഹമടക്കം ഒന്നായി ജനങ്ങളോട് പറയുന്നത്. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.